ഹിന്ദുക്കളെല്ലാം കൃപാസനത്തിലേക്ക്, അതായത് കൃപ തേടി. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഹിന്ദുമതത്തെക്കുറിച്ചൊരു മാങ്ങാത്തുലി അറിയത്തില്ലാത്തതുകൊണ്ട് ആണോ? അത് മാത്രമാണോ? അല്ല, സ്വാർത്ഥത, അതായത് ദൈവത്തെ വേലക്കാരനായിട്ട് കണക്കാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചാടിക്കളിക്കുന്നത്. അതായത് ഈ രാഷ്ട്രീയക്കാരൊക്കെ കാണിക്കുന്ന പോലെ ഒരു രാഷ്ട്രീയ കക്ഷി നിൽക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെങ്കിൽ അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടിയിലോട്ട് എടുത്തു ചാടി ഇങ്ങനെ കുരങ്ങൻ ഒരു കൊമ്പേന്ന് ചാടി അപ്പുറത്തെ കൊമ്പയിലോട്ട് ചാടുമല്ലേ എന്ന് പറഞ്ഞ പോലെ ഇവരിങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കും. എവിടെയാണോ നമുക്ക് ഗുണമുള്ളത് അവിടെ തമ്പടിക്കും. അത് കഴിയുമ്പോൾ അതിനേക്കാളും ഗുണമുള്ള വേറെ എവിടെയെങ്കിലും കിട്ടുമ്പോൾ അങ്ങോട്ട് ചാടും. അതായത് ഇവർ ദൈവത്തിനെ ഒരു വേലക്കാരനെ പോലെയാണ് കണക്കാക്കുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പോയി പറയുന്നു, വഴിപാടുകൾ നടത്തുന്നു, അത് സാധിച്ചു തരുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ദൈവത്തിനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ചില കർമ്മങ്ങൾ എന്തൊക്കെയാണ്? മുടിയൊക്കെ കൊടുക്കും, മുടി മുറിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നാരങ്ങ കൊടുക്കുക, അല്ലെങ്കിൽ കോഴിയെ കൊടുക്കുക. ഇതൊക്കെയാണ് ദൈവത്തിന് വേണ്ടതേ. അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പം ദൈവം അത് കണ്ടിട്ട് ഓ വാവ്, അതായത് നമ്മുടെ ഒരു ചെറിയ മുടിയൊക്കെയാണ് ദൈവത്തിന് ആവശ്യം. ഈ മുടി കിട്ടിക്കഴിയുമ്പോൾ പറഞ്ഞാൽ അനുഗ്രഹം ചൊരിയും, അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അസുഖം മാറ്റിത്തരും. ഇതാണ് ഇവരുടെ വിചാരം. അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ടാണ് ഇവർ അടുത്ത സ്ഥലം തേടി ഈ ചാടി പോകുന്നത് എന്നാണ് എൻ്റെ ഒരു വിചാരം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു ദൈവമാണെന്ന് വിചാരിച്ചു, ഹിന്ദു മതവിശ്വാസിയുടെ ഒരു ദൈവം. ഇപ്പം ദൈവത്തിനടുത്ത് ഇവർ പ്രാർത്ഥിക്കാൻ ചെല്ലും. ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. ഈ ദൈവത്തിനടുത്ത് പോയി പ്രാർത്ഥിക്കുക, പൂജയും വഴിപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും പോയി പ്രാർത്ഥിക്കുന്നു. ഭയങ്കര പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ചികിത്സയും നടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ ആശുപത്രിയിൽ പോകുന്നുണ്ട്. IUI, IVF അങ്ങനെയുള്ള പല പല ചികിത്സാ രീതികൾ ഇവർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഇവരുടെ ഒരു ബന്ധു ആരെങ്കിലും വന്ന് പറയുകയാണ്, അതെ അപ്പുറത്ത് കൃപാസനം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ സംഭവം ഏൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചാടി ഇത് കൃപാസനം, എന്നിട്ട് ഇത് പതുക്കെ നൈസായിട്ട് ഇപ്പുറത്തോട്ട് മാറ്റി വെക്കും. എന്തായാലും അപ്പുറത്തുനിന്ന് കിട്ടുമല്ലോ. നേരെ കൃപാസനത്തിലോട്ട് വരും. കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അപ്പുറത്തുനിന്ന് ഇങ്ങനെ ചികിത്സ നടക്കുന്നുള്ള കാര്യം മറക്കരുത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആൾ പ്രഗ്നൻ്റ് ആവുന്നു. വാവ്, അപ്പോൾ ഇതാണ് കറക്റ്റ് ദൈവം അല്ലേ? അത് ശരി. അപ്പോൾ ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇത് വെറും കല്ല്. അപ്പോൾ ഇതാണ് കറക്റ്റ്. അപ്പോൾ അതായത് ഇതും കല്ലാണ്, എല്ലാം കല്ലാണ്. ലോജിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താ? ആശുപത്രിയിൽ പോയി ചികിത്സിച്ച്, അതേസമയം ആശുപത്രിയിൽ പോകേണ്ട, ചികിത്സിക്കുകയും ചെയ്യേണ്ട ഈ വഴിപാടും കാര്യങ്ങളും മാത്രമായിട്ടാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ മാറുന്നത് അല്ലെങ്കിൽ കുട്ടികളുണ്ടാകുന്നത് ആണെങ്കിൽ നമുക്കൊരു പരിധി വരെ വേണമെങ്കിൽ സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള ഒരു പ്രോസസ്സല്ലേ. ചില സമയത്ത് അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഒരു കുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ചില സമയത്ത് അങ്ങ് കൃത്യമായിട്ട് നടക്കുന്നതുകൊണ്ട് ആ പ്രോസസ്സിലൂടെ കുഞ്ഞുങ്ങളുണ്ടാകുന്നു, അത്രേ ഉള്ളൂ. അല്ല ഇതിനിടയ്ക്ക് നമ്മൾ ഈ ദൈവത്തിനെ കയറ്റി വെക്കേണ്ട കാര്യമില്ല. അങ്ങനെ കയറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനകത്തും കയറ്റി വെക്കാം. പരീക്ഷയ്ക്ക് എഴുതാൻ പോയി നല്ല രീതിയിൽ പാസ്സായി കഴിഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ട് പാസ്സായെന്ന് പറയാം. പിന്നെ വേണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ദൈവത്തെ കൊണ്ട് കുത്തി കയറ്റി വെക്കാം. അത് അവിടെ ഇരുന്നാലും ഗുണമില്ല, ഇല്ലേലും പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടീം ആയതുകൊണ്ട് പുള്ളീനെ ബൂസ്റ്റപ്പ് ചെയ്യണമല്ലോ, അതുകൊണ്ട് അതിനെ കൊണ്ട് ഇടയ്ക്ക് കൊണ്ട് കയറ്റി വെക്കുന്നതാണ്. അല്ലാതെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ മനോരമ പത്രം, മാതൃഭൂമി പത്രം, അല്ല ജന്മഭൂമി, ദേശാഭിമാനി, ദീപിക, അങ്ങനെ ഒരുപാട് പത്രങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ ഉള്ളൊരു സാധാരണ പത്രമല്ലേ, നമ്മുടെ പുതിയ ആധുനിക കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചൊരു സാധനമാണല്ലോ ഈ പത്രം എന്നൊക്കെ പറഞ്ഞാൽ, പ്രിൻറ്റിങ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞാൽ. അതും ഈ മാതാവും തമ്മിൽ എന്താ ബന്ധം? മാതാവാണോ ഇനി പ്രിൻറ്റിങ് ടെക്നോളജി കണ്ടുപിടിച്ചത്? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ദൈവമൊക്കെ വരുമോ? അറിയാൻ പറ്റില്ല. ഇനി മൊബൈൽ ഫോണൊക്കെ എടുത്ത് ചങ്കത്ത് വെക്കുകയും നടുവിനൊക്കെ വെക്കുമ്പോൾ നടുവേദനയൊക്കെ മാറുന്ന പോലത്തെ പുതിയ ദൈവങ്ങളൊക്കെ വരുമോ? ഇപ്പോൾ രുദ്രാക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ്റെ കണ്ണുനീരിൽ നിന്നും ഉണ്ടായതാണെന്നൊക്കെ പറയപ്പെടുന്നു. രുദ്രൻ എന്ന് പറഞ്ഞാൽ ശിവൻ എന്നാണ്, അക്ഷൻ എന്ന് പറഞ്ഞാൽ അക്ഷി, കണ്ണ് എന്നൊക്കെയാണ് അർത്ഥം എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ. അതുപോലെ തന്നെ കുരിശെന്ന് പറഞ്ഞാൽ യേശുവിനെ കുരിശെ തറച്ചുകൊണ്ട് ക്രിസ്ത്യൻസ് അത് അവരുടെ മതചിഹ്നമായിട്ട് കഴുത്തിലൊക്കെ ധരിച്ച് അങ്ങനെ ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കൃപാസന മാതാവിൻ്റെ ആണല്ലോ പത്രം എന്ന് പറഞ്ഞാൽ, ഈ പത്രം എടുത്ത് നിങ്ങൾ അവിടെ എവിടെയൊക്കെ വെക്കുമ്പോഴത്തേക്കാണല്ലോ ഓരോ അസുഖങ്ങളൊക്കെ മാറുന്നതെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ പത്രവും കൃപാസന മാതാവും തമ്മിൽ എന്താണ് ബന്ധമെന്നാണ് എനിക്കറിയാൻ മേലാത്തത്. അത് അറിയാമെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് കമൻ്റ് ഇടണേ. അല്ല, ഞാൻ ചിന്തിക്കുമായിരുന്നേ, ഈ പറഞ്ഞ പോലെ വിശ്വാസങ്ങളും കാര്യങ്ങളും ദൈവങ്ങളും ഒക്കെ മനുഷ്യന് മാത്രമുള്ളോ? മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒന്നും വേണ്ടേ?
ഞാൻ കാണുന്നില്ല കേട്ടോ. ഒരു പക്ഷിയോ അല്ലെങ്കിൽ പട്ടിയോ പൂച്ചയോ ആരും ക്ഷേത്രത്തിൽ പോകുന്നതോ വഴിപാട് കഴിക്കുന്നതോ ദൈവത്തെ സ്തുതിക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്ന് പറയുമായിരിക്കും, അവർ സ്തുതിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോടാ എന്ന് ചോദിക്കുമായിരിക്കും. അതൊക്കെ ചുമ്മാ മുട്ടാപ്പോക്കെന്ന് ചോദിക്കുന്ന ചോദ്യമായിട്ടാണ് ഞാൻ കണക്കാക്കാറുള്ളൂ. നമ്മൾ നമ്മുടെ കൺമുന്നിൽ കാണുന്നത് എന്താ? മനുഷ്യന്മാരാണ് ഈ മതത്തിൻ്റെയും ദൈവത്തിൻ്റെ പേരിലെല്ലാം വഴക്ക് പിടിക്കുന്നതും നേർച്ചയും വഴിപാടുകളൊക്കെ ആയിട്ട് ശൂലം കുത്തുന്നതും അല്ലെങ്കിൽ കുരിശ് ചുമന്നുകൊണ്ട് പോകുന്നതും ഈ പറഞ്ഞ പോലെ പത്രം അരച്ച് വിഴുങ്ങുന്നതും ഇതൊക്കെ ചെയ്യുന്ന ഇതുപോലത്തെ മണ്ടത്തരങ്ങളെല്ലാം കാണിക്കുന്നത് മനുഷ്യന്മാർ മാത്രമാണ്. ഈ മൃഗങ്ങളോ പക്ഷികളോ ആരും ഇങ്ങനെ ചെയ്യുന്നു നമ്മൾ കണ്ടിട്ടില്ല. ഉണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ പറ, എനിക്കറിയത്തില്ല കേട്ടോ. നമ്മളെപ്പോഴും ഈ മനുഷ്യന്മാരെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്. നമ്മൾ നമ്മുടെ ചുറ്റുപാടും എല്ലാം ഒന്ന് നിരീക്ഷിക്കണം. അതായത് സകല ജീവികളെ ഒന്ന് നിരീക്ഷിച്ച് നോക്കുക, ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പം ഈ മനുഷ്യന് മാത്രം എന്താണ് ഇങ്ങനെയുള്ള ചില ആചാരാനുഷ്ഠാനങ്ങൾ, മൃഗങ്ങൾക്കൊന്നും ഇല്ലേ? ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പിടികിട്ടത്തുള്ളൂ. ചേട്ടാ, മനുഷ്യനെ മാത്രം നോക്കാൻ വേണ്ടിയിട്ട് ഒരു ദൈവം, മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒന്നും ഇല്ലാത്തൊരു സാധനം. ഈ മനുഷ്യന്മാരുടെ വിശ്വാസ രീതി തന്നെ നമ്മളൊന്ന് ശരിക്കും ഒന്ന് നോക്കിയാൽ തന്നെ വമ്പം കോമഡി ആയിട്ട് മനസ്സിലാവും. അതായത് ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്. പ്രധാന മതങ്ങളെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം ഹിന്ദു ആണെങ്കിൽ ഹിന്ദുക്കളുടെ ആചാരത്തിനനുസരിച്ച് ജീവിക്കുക. അതിനകത്തുനിന്ന് എന്തെങ്കിലും വ്യത്യാസമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കുന്നത് ഹിന്ദു ദൈവമായിരിക്കും. ക്രിസ്ത്യൻ മതം, അതായത് ക്രിസ്ത്യൻ ദൈവം ഇതിനകത്ത് കൈ കടത്തത്തേ ഇല്ല. അതുപോലെ തന്നെ ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളനുസരിച്ച് അവൻ ജീവിക്കുക. അപ്പോൾ അത് ഇപ്പുറത്തുനിന്ന് തെറ്റിക്കുന്നുണ്ടോ എന്ന് ഹിന്ദു ദൈവം നോക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? അതായത് ഒരാൾ ഏത് മതത്തിൽപ്പെട്ട ആളാണോ അയാൾ ആ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രം പിന്തുടരുക. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് വന്ന് അമ്പലത്തിൽ വന്നിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഷർട്ട് ഊരണമെന്നോ അല്ലെങ്കിൽ എന്നാ തൊഴുന്നത് എങ്ങനെയാണെന്നോ ഒന്നും പുള്ളിക്കറിയില്ല. അല്ല ദൈവത്തിനോട് തിരിഞ്ഞ് നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ ചൂണ്ടാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു ക്രിസ്ത്യാനി വന്നിട്ട് ഇതിലേതെങ്കിലും ഒരു സംഭവം തെറ്റിക്കുകയെന്ന് വെച്ചോ, അപ്പോൾ ദൈവം ഇങ്ങനെ നോക്കും. ദൈവം നോക്കിയിട്ട് പടാ നീ അങ്ങനെ കാണിച്ചത് നിനക്കിട്ട് ശരിയാക്കി തരാമെന്ന് പറയും. ദൈവം ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ, അവൻ ക്രിസ്ത്യാനിയാണോ? സോറി മാറിപ്പോയി. അപ്പോൾ വിഷയമില്ല, ക്രിസ്ത്യാനി ആയതുകൊണ്ട് വിട്ടുകളഞ്ഞു. അതുപോലെ തന്നെ ഒരു ഹിന്ദു ആണെങ്കിൽ അവൻ പള്ളിയിൽ വന്നിട്ട് ക്രിസ്ത്യൻസിൻ്റെ വിശ്വാസത്തിനകത്ത് നിൽക്കാത്ത എന്തെങ്കിലും ഒരു സംഭവം ചെയ്തെന്ന് വെച്ചോ, പക്ഷേ അവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് അവൻ കറക്റ്റാണ് ചെയ്തത്. പക്ഷേ ക്രിസ്ത്യൻസ് നോക്കുമ്പോൾ, അത് യേശു നോക്കുമ്പോഴത്തേക്കും, മാതാവ് നോക്കുമ്പം അവൻ നമ്മുടെ വിശ്വാസം തെറ്റിച്ചല്ലോ, അവൻ പ്രമാണം തെറ്റിച്ചല്ലോ. ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും അയ്യോ തെറ്റിപ്പോയി, ആൾ മാറിപ്പോയി, താൻ ഹിന്ദു അല്ലേ, താങ്കളെ ശിക്ഷിക്കേണ്ടത് മറ്റേ ആളാണ്. നമ്മുടെ ടെക്നോളജി വികസിക്കുന്നതിന് അനുസരിച്ച് കൂടത്തിൽ വികസിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ മതം എന്ന് പറഞ്ഞത്. അതായത് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിലോ അല്ലെ പള്ളിയിലൊക്കെ പോകുമ്പം ഒരു നിശ്ചിത അളവിലുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ളായിരുന്നേ. ഇപ്പോൾ വന്ന് ഇത് കൂടിക്കൊണ്ടിരിക്കുക. പുതിയ ടെക്നോളജിക്ക് അനുസരിച്ചുള്ള പുതിയ നേർച്ചകളും വഴിപാടുകളും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പത്രം കണ്ടുപിടിച്ചു, അപ്പോൾ പത്രം വെച്ചിട്ടുള്ള പുതിയ സംഭവം, മൊബൈൽ ഫോൺ വന്നു, മൊബൈൽ ഫോൺ വെച്ചിട്ടുള്ള പുതിയ സംഭവം, വാഹനങ്ങൾ ഇറങ്ങി ഉടനെ വാഹന പൂജകളും അല്ലെങ്കിൽ വെഞ്ചരിക്കലും പരിപാടികളും ഒക്കെ അതിന് വേണ്ടിയിട്ട് ഓരോ സംഭവങ്ങൾ. അതായത് പുതിയ ശാസ്ത്രം എന്തൊക്കെ കണ്ടുപിടിക്കുന്നോ അതിനനുസരിച്ച് ഇപ്പുറത്തും പുതിയ സംഭവങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ആരും ക്ഷേത്രത്തിലും പള്ളിയിലും ഒന്നും പോകണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഏത് സ്ഥലമാണോ അവിടെ പോയി ഇരുന്നോ. അല്ലാതെ കണ്ട ദൈവമാണ് അവിടെ പോയിട്ട് എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നേർച്ചയും വഴിപാടും കഴിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ ദൈവം കൈക്കകത്തുനിന്ന് ഇങ്ങനെ ഈ ഓം നമഃ ശിവായ നമ്മൾ പണ്ട് സീരിയലൊക്കെ കാണുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇതിന് കൈക്കകത്തുനിന്ന് ഇങ്ങനെ ഒരു വെട്ടം വന്നിട്ട് നമ്മുടെ അസുഖങ്ങളൊക്കെ മാറ്റിത്തരും എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഈ കുഴപ്പം. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് നമ്മളങ്ങനെ വിശ്വസിച്ച് പോയി കഴിയുമ്പോൾ അവിടെ നിന്നൊന്നും കിട്ടാതെ വരുമ്പോഴാണ് അപ്പുറത്ത് വേറെ ഉണ്ടോ എന്ന് നോക്കി ഇങ്ങനെ പോകാൻ തോന്നുന്നത്. അതേസമയം നമ്മൾ പോയിരിക്കുന്നത് നമുക്ക് കുറച്ച് സമാധാനം സ്വസ്ഥതയും കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. അവനവൻ്റെ മതത്തിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ സമാധാനം കിട്ടും, ഓക്കെ. ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ സമാധാനം കിട്ടും, ഓക്കെ. അതുപോലെ തന്നെ ചിലർക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിരിക്കുമ്പോഴായിരിക്കും സമാധാനം കിട്ടുന്നത്. ഉദാഹരണത്തിന് സിനിമ കാണുമ്പം അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിരിക്കുമ്പോഴേക്കായിരിക്കും സമാധാനം കിട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ അങ്ങ് കണക്ക് കൂട്ടിയാൽ മാത്രം മതി. അല്ലാതെ നിങ്ങളെ രക്ഷിക്കാനായിട്ടൊന്നും ഇവിടെ ആരുമില്ല. അവനവൻ്റെ കാര്യം നോക്കി അവനവൻ തന്നെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അല്ലാതെ മറ്റൊരു സാധനത്തിൻ്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ ഒക്കൂ, ഒരാൾ അനുഗ്രഹം ചൊരിഞ്ഞാൽ മാത്രം എനിക്ക് ജീവിക്കാൻ ഒക്കൂ എന്നൊക്കെ വിശ്വസിക്കുന്നവർക്കാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ യാതൊരു പ്രശ്നമില്ല, സ്വസ്ഥം സമാധാനം. ഇതിനകത്തുനിന്നൊക്കെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കിയേ, എന്ത് സമാധാനം ഉണ്ടെന്നറിയാമോ. ഒരുപാട് പേടിയും ഭയമുള്ളവരൊക്കെ ആണെങ്കിൽ ഓരോ സ്ഥലത്തോട്ട് വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹിന്ദുക്കളെ സംബന്ധിച്ച് ഇവർ കൃപാസനത്തിൽ പോയി കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയെന്ന് പറഞ്ഞാലും അവർ ഈ ഹിന്ദു മതത്തിൽ ഒരു കാല് കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് 2 വള്ളത്തിൽ കാല് വെക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവർ കാണിക്കുന്നത്. അത് ഇവർക്കൊരു പേടിയാണ്. ഇപ്പുറത്തുനിന്ന് പൂർണ്ണമായിട്ടും കാലെടുത്ത് വെച്ച് കഴിഞ്ഞാലേ
ഇപ്പുറത്ത് നമ്മുടെ കൃഷ്ണനും ശിവനും ഒക്കെ ശപിക്കുമോയെന്നൊരു പേടി. ഇനി മാതാവിൻ്റെ അടുത്ത് കാല് വെച്ച് പോയില്ലേ, അതും വലിക്കാൻ പറ്റുകയില്ല. അപ്പോൾ രണ്ടിൻ്റെ ഇടയ്ക്ക് കൊണ്ട് ഇങ്ങനെ കാല് വെച്ചിരിക്കും. അവസാനം 2 വള്ളം 2 സ്ഥലത്തോട്ട് പോകും, കാലും കീറിപ്പോവും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാളെ എന്തെങ്കിലും ഒരു അസുഖമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഒരു കൃപാസന മാതാവും കാണത്തില്ല, ഒരു മാങ്ങാത്തുലിയും കാണത്തില്ല, ഒരു ദൈവവും കാണത്തില്ല. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവുക തന്നെ വേണം. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒരു പനിയോ നല്ല കഠിനമായിട്ടുള്ള പനിയും കാര്യങ്ങളൊക്കെ വന്ന് ഈ കൃപാസനം പത്രം ഞങ്ങത്ത് വെച്ചുകൊണ്ട് കിടക്കാൻ ധൈര്യമുണ്ടോ? ഇല്ല. ആ സമയത്ത് യുക്തി പ്രവർത്തിക്കും. പനി കൂടി ആശുപത്രിയിൽ പോകണം എന്ന് നിങ്ങൾ യുക്തിപരമായിട്ട് ചിന്തിക്കും, അല്ലേ? 100% അങ്ങനെ ചെയ്യത്തുള്ളൂ. അല്ലാതെ കണ്ട് ഈ കൃപാസന മാതാവേ അവർ പറഞ്ഞ്, എൻ്റെ ബന്ധുക്കാർ പറഞ്ഞു മാതാവിൻ്റെ പത്രം എടുത്തിട്ട് ചങ്കത്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അസുഖമെല്ലാം മാറിപ്പോകും, അതുകൊണ്ട് ഞാൻ ആശുപത്രിയിൽ പോകുന്നില്ല എന്ന് നിങ്ങൾ വെക്കുന്നുണ്ടോ? ഇല്ല. ആശുപത്രിയിൽ പോകേണ്ട സമയത്ത് നിങ്ങൾ പോകും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ശരിയാകുന്നത്? അപ്പോൾ ഇതെന്തോന്ന് വിശ്വാസമാണ്? എന്നിട്ട് ആശുപത്രിയിൽ പോയി കിടക്കും. ആശുപത്രിയിൽ പോയി കിടന്നിട്ട് ട്രിപ്പും ഒക്കെ കുത്തി ഇട്ടുകൊണ്ട് കിടക്കും. എന്നിട്ട് ഈ പത്രം തലയിലും വെക്കും. അതെന്തിനാ അങ്ങനെ ഒരു പത്രം തലയിൽ വെക്കുന്നത്? എന്നാൽ പിന്നെ പത്രം മാത്രം വെച്ചോണ്ട് വീട്ടിൽ കിടന്നച്ചപ്പോരെ. അത് ചെയ്യത്തില്ല. നമുക്ക് ഡോക്ടർമാരുടെ നഴ്സുമാരുടെ ഒക്കെ സേവനം വേണം, മരുന്നുകളുടെ സപ്പോർട്ട് വേണം, എല്ലാം വേണം. പക്ഷേ ആ കൂടാതെ ചുമ്മാ രസത്തിന് കൃപാസന പത്രങ്ങളൊക്കെ എന്നാലല്ലേ ഉള്ളൂ നമുക്ക് രോഗാവസ്ഥയിൽ നിന്ന് മുക്തി നേടിക്കഴിയുമ്പോഴേ കൃപാസന പത്രത്തിൻ്റെ ആണെന്ന് പറയാനൊക്കത്തുള്ളൂ. ഇതൊക്കെ എന്ത് ഉടായ്പ ഊളത്തരമാണെന്ന് ചിന്തിച്ച് നോക്കി. ഇതുപോലെ പൊട്ട മലയാളി പൊളിയിടാ മാസടാ ഇങ്ങനെ കുറേ ഡയലോഗ് വെക്കാം സോഷ്യൽ മീഡിയ വഴി. എന്തിന്? അവരൊന്നും ഇങ്ങനെയുള്ള മനുഷ്യന്മാരൊന്നും കാണാറില്ല. എനിക്ക് കേൾക്കുന്ന കളിയായി. മലയാളി പൊളിയല്ലേ, മാസാണ്. ചില മലയാളി പൊളിയാണ്, ചില മലയാളി മാസാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു രസമുണ്ട്.